ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. ഇപിയുടെ ആത്മകഥ, പോലീസിന് തലവേദന. തിരുവനന്തപുരം രാഷ്ട്രീയ വിവാദത്തിനിടയാക്കിയ ഇപി ജയരാജന്റെ ആത്മകഥ പോലീസിന് പുതിയ തലവേദന. അന്വേഷണം നടത്തി ഡിജിപിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ല. പല കാര്യങ്ങളും വ്യക്തമല്ലാത്തതിനാൽ വീണ്ടും അന്വേഷിച്ച് വ്യക്തത വരുത്താൻ ഡിജിപി നിർദ്ദേശിച്ചു. പുസ്തകം എഴുതിയവരും പ്രസാധകരും തമ്മിലുള്ള സിവിൽ കേസിൽ തീരേണ്ട സംഭവമാണ് ഇപ്പോൾ പോലീസിന്റെ സമയം മെനക്കെടുത്തുന്നത്. കേസെടുക്കാതെയാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. പുസ്തകം വിറ്റാലാണ് പ്രസാധകർക്കു ലാഭമുണ്ടാകുന്നതെന്നിരിക്കെ പുസ്തകത്തിന്റെ മുഴുവൻ ഭാഗവും പുറത്തായാൽ പിന്നെ അതിന് എന്താണ് പ്രസക്തിയെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ആദ്യ അന്വേഷണ റിപ്പോർട്ടിലില്ല. ചോർത്തിയാൽ ആർക്കാണ് ഗുണമുണ്ടാകുകയെന്നതിലും വ്യക്തത വന്നില്ല. ആത്മകഥ ആരെഴുതിയെന്നും പറയുന്നില്ല. ഇപിയുടെ മൊഴിയിലും അവ്യക്തതയുണ്ടെന്നാണ് സൂചന. ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട തുടർ രാഷ്ട്രീയ സംഭവങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ പോലീസിന് മറ്റു കേസുകളിലെപ്പോലെ മൊഴിയെടുക്കാനും കഴിയുന്നില്ല. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി 5ാം ദിവസവും സസ്പെൻസ്. മുംബൈ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വവുമായി ചർച്ച ചെയ്ത് മഹാരാഷ്ട്രയിലെ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ സംസ്ഥാന നേതാക്കൾ ഡൽഹിയിലെത്തി. തീരുമാനം ബി.ജെ.പിക്ക് വിട്ട് നിലവിലെ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഒഴിവായതോടെ ദേവേന്ദ്ര ഫഡ്നാവിസിന് വഴി തുറന്നെങ്കിലും കേന്ദ്ര നേതൃത്വത്തിന്റെ അപ്രതീക്ഷിത തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന് 10,000 കണ്ണുകളും 20,000 ചെവികളുമുണ്ടെന്നും പരീക്ഷണത്തിന് മടിക്കില്ലെന്നുമുള്ള മുൻ സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രകാന്ത് പാട്ടീലിന്റെ വാക്കുകളും അഭ്യൂഹങ്ങൾ ഉയർത്തി. ജനസംഖ്യയുടെ 28% വരുന്ന മറാഠ വിഭാഗത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി വേണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. അതേസമയം ഫഡ്നാവിസിനെ പിന്തുണയ്ക്കുന്നത് RSS ആണ് എന്നതും വസ്തുത. ഫഡ്നാവിസിനോളം തലയെടുപ്പും സ്വീകാര്യതയുമുള്ള നേതാവ് സംസ്ഥാന ബി.ജെ.പിയിൽ ഇല്ലെന്ന പരിമിതിയും പാർട്ടിക്കുണ്ട്. ലോക സർവമ സമ്മേളനം ഇന്നുമുതൽ വത്തിക്കാനിൽ. ലോക മതപാർലമെന്റിനും തുടക്കം. വത്തിക്കാൻ സിറ്റി ശ്രീനാരായണഗുരു ആലുവയിൽ 100 വർഷം മുൻപ് സംഘടിപ്പിച്ച സർവമ സമ്മേളനത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ചു ശിവഗിരി മഠം വത്തിക്കാനിൽ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ ലോക സർവമ സമ്മേളനത്തിനും ലോക മതപാർലമെന്റിനും ഇന്ന് വൈകിട്ട് 7-ന് സ്നേഹസംഗമത്തോടെ തുടക്കമാകും. മതങ്ങളുടെ ഏകതയും സൗഹാർദ്ദവും സമത്വവും പ്രചരിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സമ്മേളനം. നാളെ ഫ്രാൻസിസ് മാർപ്പാപ്പ ആശീർവാദ പ്രഭാഷണം നിർവഹിക്കും. ചടങ്ങിൽ വത്തിക്കാനിലെ വിവിധ മതപ്രതിനിധികൾ സംബന്ധിക്കും. 1-ന് ചേരുന്ന ലോക മതപാർലമെന്റിൽ ഇറ്റലിയിലെ ജനപ്രതിനിധികൾ പങ്കെടുക്കും. 15 രാജ്യങ്ങളിൽ നിന്ന് വിവിധ മതങ്ങളെ പ്രതിനിധീകരിക്കുന്നവർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ, സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചുമതലകൾ നിർവഹിക്കുന്നത്. പശുവിനെ തിരഞ്ഞ് വനത്തിൽ പോയ 3 സ്ത്രീകളെ കാണാനില്ല. തിരച്ചിൽ. കോതമംഗലം. പശുവിനെ തിരഞ്ഞ് കാട്ടിനുള്ളിൽ പോയ 3 സ്ത്രീകളെ കാണാതായി. കുട്ടമ്പുഴ അട്ടിക്കളം വനമേഖലയിലെ മാളോക്കുടി മായ ജയൻ, കാവമ്പടി പാറുക്കുട്ടി കുഞ്ഞുമോൻ, പുത്തൻപുര ഡാർലി സ്റ്റീഫൻ എന്നിവരെയാണ് കാണാതായത്. ബുധനാഴ്ചയാണ് പശുവിനെ കാണാതായത്. പശുവിനെ തിരക്കി മൂവരും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ കാടിനുള്ളിലേക്ക് പോവുകയായിരുന്നു. വനപാലകരും അഗ്നിരക്ഷാസേനയും ചേർന്ന് സ്ഥലത്ത് തിരച്ചിൽ നടത്തുകയാണ്. 5 മണിവരെ ഇവരുടെ മൊബൈൽ ഫോണിൽ റേഞ്ച് ഉണ്ടായിരുന്നതായി കുടുംബാംഗങ്ങൾ അറിയിച്ചു. സംസ്ഥാനത്ത് 5 ദിവസം ശക്തമായ മഴ. നാളെ 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കു സാധ്യതയെന്നു കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. നാളെ തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 1-ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ഓറഞ്ച് അലർട്ട് തുടരും. പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 1-ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിലും 2-ന് തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും യെല്ലോ അലർട്ട് ആയിരിക്കും. വിദ്യാർത്ഥികളുമായി എത്തിയ സ്കൂൾ ബസിന് നേരെ പാഞ്ഞെടുത്ത് പടയപ്പ. കുട്ടികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഇടുക്കി. സ്കൂൾ വിട്ട് വിദ്യാർത്ഥികളുമായി എത്തിയ ബസിന് നേരെ പാഞ്ഞെടുത്ത് പടയപ്പ. ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം. ഇടുക്കിയിലെ നെറ്റിമേടിനും കുറ്റിയാർ വാലിക്കും ഇടയിലായിരുന്നു സംഭവം. ആനയെ കണ്ടതോടെ സ്കൂൾ ബസ് നിർത്തിയിട്ടെങ്കിലും ബസിന് നേരെ പടയപ്പ പാഞ്ഞെടുത്തു. ഈ സമയത്ത് കുട്ടികൾ ഭീതിയോടെ നിലവിളിച്ചു. ബസ് പിറകോട്ടെടുത്താണ് ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഈ സമയത്ത് ബൈക്ക് യാത്രക്കാരനും കാട്ടാനയുടെ മുന്നിൽപ്പെട്ടിരുന്നു. അയാൾ ബൈക്ക് പിറകോട്ടെടുത്തതോടെ താഴെ വീഴുകയായിരുന്നു. ഈ പ്രദേശത്ത് നേരത്തെ തന്നെ പടയപ്പയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിൽ ഇറങ്ങി വലിയ നാശനഷ്ടം വിതച്ച പടയപ്പയുടെ വനപാലകർ നിരീക്ഷിച്ചു വരികയായിരുന്നു. അതേസമയം പടയപ്പ ആരെയും ആക്രമിച്ചിട്ടില്ല. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് RRP സംഘത്തിന്റെ നിരീക്ഷണം തുടരുകയാണ്. പോലീസുകാരൻ കുഴഞ്ഞു വീണു മരിച്ചു. തിരുവമ്പാടി. പുല്ലുരാമ്പാറ പള്ളിപ്പടിയിൽ വോളിബോൾ കളിക്ക് ശേഷം ഹോട്ടലിൽ ചായ കുടിക്കുന്നതിനിടയിൽ പോലീസുകാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. കോഴിക്കോട് CET കൺട്രോൾ റൂമിലെ സീനിയർ CPO പുല്ലുരാമ്പാറ പെരികിലത്തിൽ പരേതനായ മാത്യുവിന്റെ മകൻ ഷാജി, 44, ആണ് മരിച്ചത്. ഭൗതികദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ. സംസ്കാരം പിന്നീട്. ഭാര്യ നൈസിൽ ജോർജ് മഞ്ഞുമല പുളിക്കൽ. കുടുംബാംഗം ഇസ്രായേൽ. മക്കൾ അലൻഡ്, ആൻലിയ. പുല്ലുരാമ്പാറ സെന്റ് ജോസഫ്സ് UP സ്കൂൾ വിദ്യാർത്ഥികൾ. അമ്മ മറിയക്കുട്ടി നാരങ്ങാതോട് തറപ്പേൽ. കുടുംബാംഗം സഹോദരങ്ങൾ
വിൽസൺ, ബെന്നി, പോസ്റ്റ്മാൻ, പുല്ലുരാമ്പാറ, ഷൈല, ഇറ്റലി, ജോൺസൺ, മിനി വെള്ളപ്ലാക്കൽ, മരഞ്ചാട്ടി. കക്കൂസ മാലിന്യം തള്ളിയ സംഘത്തെ പിടികൂടി. കോടഞ്ചേരി. കണ്ണോത്ത് പ്രദേശത്തെ വിവിധ ഭാഗങ്ങളിൽ കക്കൂസ മാലിന്യം തള്ളിയ സംഘത്തെ കോടഞ്ചേരി പോലീസ് പിടികൂടി. കഴിഞ്ഞ നവംബർ 10 പുലർച്ചെയാണ് കപ്പ്യാരുമലയിൽ അഗസ്റ്റിന്റെ റബ്ബർ തോട്ടത്തിൽ കക്കൂസ മാലിന്യം തള്ളിയത്. നിരവധി CCTVകളും ഫോൺ രേഖകളും പരിശോധിച്ചതിൽ നിന്നാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. സംഭവത്തിൽ ഉൾപ്പെട്ട ടാങ്കർ ലോറി വയനാട് കമ്പളക്കാടിനടുത്തു നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സംഭവത്തിൽ ഉൾപ്പെട്ട ഒരു പ്രതിയെയും പോലീസ് അവിടെ നിന്നും പിടികൂടിയിട്ടുണ്ട്. ചെർപ്പുളശ്ശേരി സ്വദേശിയായ നിസാർ അഹമ്മദാണ് പോലീസിന്റെ പിടിയിലായത്. കൂടിയുള്ള മറ്റു പ്രതികൾ ഉടനെ പിടിയിലാകുമെന്ന് പോലീസ് അറിയിച്ചു. ഇതിനു മുൻപ് നവംബർ 3 രാത്രിയിലും കണ്ണോത്ത് പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കക്കൂസ മാലിന്യം തള്ളിയിരുന്നു. അതിന്റെ പിന്നിലും ഇതേ സംഘമാണോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി നിതിൻ രാജിന്റെ നിർദ്ദേശപ്രകാരം താമരശ്ശേരി DYSP ചന്ദ്രന്റെ നേതൃത്വത്തിൽ കോടഞ്ചേരി SHO സജു എബ്രഹാം, SI സന്ദീപ് M, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അജിത്ത്, സുനിൽ കുമാർ NS, രജിലേഷ്, ഷിബു KJ എന്നിവർ ചേർന്ന സംഘമാണ് ടാങ്കറും പ്രതിയെയും പിടികൂടിയത്. ഉപയോഗിച്ചിരുന്നത് സുഹൃത്തിന്റെ കാർ. ഫസീലയെ കൊലപ്പെടുത്തിയ പ്രതി സനൂഫ് ബംഗളൂരുവിലെന്ന് സൂചന. കോഴിക്കോട്. മലപ്പുറം സ്വദേശിനിയായ യുവതിയെ കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. യുവതിയെ കൊലപ്പെടുത്തിയ തൃശൂർ സ്വദേശി അബ്ദുൾ സനൂഫ് ബംഗളൂരുവിലുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. KSRTC ബസിൽ ബംഗളൂരുവിലെത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം ബംഗളൂരുവിലേക്ക് തിരിച്ചു. തൃശൂർ തിരുവില്ലാമല സ്വദേശിയാണ് അബ്ദുൾ സനൂഫ്. ഇയാൾ ഉപയോഗിച്ചത് സുഹൃത്തിന്റെ കാറാണെന്ന് പോലീസ് കണ്ടെത്തി. വാടകക്കെടുത്ത കാറിലായിരുന്നു കൊല്ലപ്പെട്ട ഫസീലയുമായി പ്രതി ലോഡ്ജിലെത്തിയതും പിന്നീട് മുങ്ങിയതും. കാറുടമയായ സുഹൃത്തിന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തി. കോഴിക്കോട് നടക്കാവ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നത്. പ്രതി അബ്ദുൾ സനൂഫിനെതിരെ ഇന്നലെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. അതേസമയം ഇയാൾക്ക് പാസ്പോർട്ട് ഇല്ലെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം വെട്ടത്തൂർ പട്ടിക്കാട് സ്വദേശി ഫസീലയെ ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതകമാണെന്ന സൂചന കിട്ടിയത്. ഇതോടെ നേരത്തെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് കൊലപാതകത്തിന് അബ്ദുൾ സനൂഫിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. BNS 103(1) പ്രകാരമാണ് കേസ്. അബ്ദുൾ സനൂഫാണ് യുവതിക്കൊപ്പമെത്തി ലോഡ്ജിൽ മുറിയെടുത്തത്. നവംബർ 25 രാത്രി ലോഡ്ജിൽ നിന്ന് പോയതാണ് അബ്ദുൾ സനൂഫ്. ഇയാൾ ലോഡ്ജിൽ നൽകിയ വിലാസവും ഫോൺ നമ്പരും വ്യാജമാണെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായതാണ്. ഇയാൾ ഉപയോഗിച്ച കാർ പാലക്കാട് നിന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.